ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പരിശുദ്ധ അമ്മ ഈ കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കുന്നത് ഏറ്റവും സമാധാനപൂർണമായ, ഒത്തിരി ആശ്വാസമുള്ള സമയത്താണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? എന്നാൽ അങ്ങനെയല്ല കേട്ടോ. പരിശുദ്ധ അമ്മ ഒരുപാട് അസ്വസ്ഥതകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ സ്തോത്രഗീതം ആലപിക്കുന്നത്. എങ്ങനെയാണ് താൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകുന്നത് എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അത്ര ഗ്രാഹ്യമൊന്നുമില്ല. തൻ്റെ ജീവിത പങ്കാളിയാകുവാൻ പോകുന്ന യൗസേപ്പ് പിതാവ് ഇത് അംഗീകരിക്കുമോ എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ആശങ്കയുണ്ട്. ഇനി യൗസേപ്പ് പിതാവ് ഇത് അംഗീകരിച്ചില്ല എങ്കിൽ പരിശുദ്ധ അമ്മയെ കാത്തിരിക്കുന്നത് കല്ലെറിഞ്ഞുള്ള മരണമാണ്. ഈ ആശങ്കകൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധ അമ്മ തൻ്റെ സ്തോത്രഗീതം ആലപിക്കുന്നത്. ഈ സ്തോത്രഗീതം പരിശുദ്ധ അമ്മയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ സഹായകരമായിട്ടുണ്ടോ? ഇതേക്കുറിച്ച് കൂടുതൽ നമുക്കറിയാൻ പറ്റുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട, പ്രാർത്ഥനയോടെയും അപേക്ഷകളോടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവത്തിന് സമർപ്പിക്കുവിൻ. അപ്പോൾ എല്ലാത്തിനെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അതായത് പരിശുദ്ധ അമ്മ തൻ്റെ അസ്വസ്ഥതകളുടെ നടുവിൽ നിന്ന് ഈ കൃതജ്ഞതാ സ്തോത്രം ആലപിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെയും ചിന്തകളെയും ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറയുകയും നയിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അസ്വസ്ഥതകളെ, എന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെ ദൈവത്തിന് നന്ദി പറയാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം എൻ്റെ ജീവിതത്തെയും നിയന്ത്രിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.